കുവൈറ്റ് KMCC യോഗത്തിൽ കയ്യാങ്കളി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ ഒരു വിഭാഗം പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനിടെയാണ് സംഘർഷമുണ്ടായത്. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ ചേർന്ന യോഗത്തിലാണ് പ്രവർത്തകർ തമ്മിൽ തർക്കമുണ്ടായത്. യോഗം ആരംഭിച്ചതോടെ ഒരു കൂട്ടം KMCC പ്രവർത്തകർ യോഗത്തിലേക്ക് തള്ളിക്കയറുകയായി. കുവൈറ്റിൽ നിന്ന് ഗിരീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഗിരീഷ്, എന്താണ് ഇവിടെ സംഭവിച്ചത്? പ്രവിധ കുവൈറ്റ് KMCC യോഗത്തിലാണ് കയ്യാങ്കളി നടന്നത്. കുവൈറ്റിലെ അബ്ബാസിയയിലുള്ള യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ ചേർന്ന യോഗത്തിലാണ് KMCCയുടെ ഇരുവിഭാഗവും തമ്മിലുള്ള പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം കയ്യാങ്കളിയിൽ അവസാനിച്ചത്. KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പിനിടെയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെയും സംഘത്തിന്റെയും പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം നടന്നത്. സംഘടനാ തർക്കത്തെ തുടർന്ന് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, തൃശൂർ ജില്ലകളുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാനാണ് ഇവർ എത്തിയത്. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ഇവർ കുവൈറ്റിൽ എത്തിയത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി, ആബിദ് ഹുസൈൻ തങ്ങൾ എന്നീ മുതിർന്ന ലീഗ് നേതാക്കളാണ് കുവൈറ്റിൽ എത്തിയിരുന്നത്. യോഗം ആരംഭിച്ചതോടെ ഒരു കൂട്ടം KMCC പ്രവർത്തകർ യോഗത്തിലേക്ക് തള്ളിക്കയറുകയായിരുന്നു. PMA സലാമിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടെയായിരുന്നു സംഭവം. ഇതേ തുടർന്ന് കോഴിക്കോട് ജില്ലാ കൗൺസിൽ അല്ലാത്തവർ യോഗത്തിൽ നിന്നും പുറത്തേക്ക് പോകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചെങ്കിലും തിരിച്ചുകയറിയ വിഭാഗം ഇത് നിരസിക്കുകയും ഹാളിൽ തുടരുകയും ചെയ്തു. ഇതോടെ തെരഞ്ഞെടുപ്പ് നടത്താനാവാതെ യോഗം നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ ലഭ്യമാവും. ശരി, കുവൈറ്റിൽ നിന്ന് 24 പ്രതിനിധി ഗിരീഷ് ഒറ്റപ്പാലമാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കുവൈറ്റ് KMCC യോഗത്തിലാണ് കയ്യാങ്കളി. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ ഒരു വിഭാഗം പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.